നമസ്കാരം, എല്ലാവർക്കും ടോപ്പ് ടെയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്. സർവകലാശാലകളിൽ നിന്ന് താഴോട്ട് കോളേജുകളും ഹൈസ്കൂളുകളും പ്രൈമറി സ്കൂളുകളിൽ വരെ എത്തി നിൽക്കുന്നു മയക്കുമരുന്നിന്റെ ഉപയോഗം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതിവിവരക്കണക്കനുസരിച്ച് കേരളത്തിലെ 46% കുട്ടികൾ ഒന്നിലധികം തവണ ദിവസത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. അതിനു പുറമെ 70% കുട്ടികളും കഞ്ചാവിന്റെ ഉപയോഗം വളരെ ചെറുപ്പത്തിലെ ശീലിക്കുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണക്ക് പ്രകാരമാണത്. അതിൽ നിന്നെല്ലാം വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്ന കഞ്ചാവാണെങ്കിലും സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗവും ഒട്ടും കുറവല്ല. അതിന് കൂടിയ സർവകലാശാലയിലാണ് അതിനുള്ള ഉപയോഗം കൂടുതൽ. കാരണം സിന്തറ്റിക് ഡ്രഗ്സ് കിട്ടാനുള്ള എളുപ്പവും പണത്തിന്റെ ലഭ്യതയും അതിന് കാരണമാണ്. കൂടാതെ 70% കുട്ടികൾ, ഇതിന്റെ മറ്റൊരു കണക്കിൽ പഠനത്തിൽ 70% കുട്ടികൾക്കും ഇത് കിട്ടുന്നത് കൂട്ടുകെട്ടിലൂടെയാണ്. ഈ ശീലത്തിലേക്ക് അകപ്പെടുന്നത് കൂട്ടുകെട്ടിലൂടെ. അപ്പോൾ 70% കുട്ടികൾക്ക് കൂട്ടുകെട്ടുകൾ കിട്ടുമ്പോൾ കൂട്ടുകെട്ടുകൾ വേണ്ടാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. വിദ്യാലയ കാലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പാത്തും പതുങ്ങിയും വീഡിയോസ് കേട്ടോ അടിക്കുന്ന കുട്ടികളായിരുന്നെങ്കിൽ ഇന്ന് അത്രയൊന്നും ഒളിച്ചു വെക്കാതെ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്ന കുട്ടികളെ കാണാം പ്രൈമറി സ്കൂൾ തലം തൊട്ട്. ഇത് ഒരു സമൂഹത്തിന്റെ അധപ്പതനത്തിന്റെ ലക്ഷണമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കെല്ലാം ഖേദിക്കേണ്ടി വരും. ഇതിനൊക്കെ പുറമെ മയക്കുമരുന്നിന്റെ ഉപയോഗം ഒരു സമൂഹത്തിൽ വ്യാപിക്കുന്നതോടുകൂടി ആ സമൂഹത്തിന്റെ വളർച്ചയെ അത് വ്യാപിക്കും. ആ സമൂഹത്തിന്റെ ഭാവി തലമുറ നശിക്കുന്നതിന്റെ തുടക്കം നാന്ദി മാത്രമാണ് വിദ്യാലയങ്ങളിലുള്ള ഈ മയക്കുമരുന്നിന്റെ അമിത ഉപയോഗം. നമ്മുടെ സർക്കാരിന് ബോധവൽക്കരണത്തിന്റെ പരിപാടികൾ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ വർദ്ധിപ്പിക്കേണ്ടതായ ആവശ്യകതയുണ്ട്. പോരാത്തതിന് നിയമപരമായി രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ്സാണ് പിടിക്കപ്പെടുന്നതായി വാർത്തകളിൽ നിറയുന്നത്. ഈ ഡ്രഗ്സ് മുഴുവൻ പിടിച്ച വാർത്തയല്ലാതെ അത് നശിപ്പിച്ചതോ അതോടനുബന്ധിച്ച് ശിക്ഷിക്കപ്പെട്ടതോ അധികമൊന്നും കേൾക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ ഉത്കണ്ഠാകുലമായ കാര്യമാണ്. കാരണം രാജ്യത്ത് സുലഭമായി സിന്തറ്റിക് ആൻഡ് നാച്ചുറൽ കഞ്ചാവ് പോലെയുള്ള നാച്ചുറലും സിന്തറ്റിക് പോലുള്ള കൃത്യമായ MDMA പോലുള്ള മരുന്നുകളും ചെറുപ്പക്കാർക്കിടയിൽ ഈ രീതിയിൽ വിറ്റഴിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം ഈ സമൂഹത്തെ, ഈ രാജ്യത്തെ നശിപ്പിക്കുക എന്നല്ലാതെ മറ്റൊന്നും ആയിരിക്കാൻ ഇടയില്ല. കാരണം ബോംബ് കൊണ്ടോ ആയുധം കൊണ്ടോ യുദ്ധം കൊണ്ടോ ഒരു സമൂഹത്തെ തോൽപ്പിക്കാനാവില്ല. ബോംബ് വീണ രാജ്യം ഇല്ലാതായതാണെങ്കിൽ ജപ്പാൻ ഇല്ലാതാകേണ്ടതായിരുന്നു. കാർപ്പറ്റ് ബോംബിംഗ് തുടർച്ചയായി നടത്തിയിട്ടും അഫ്ഗാനികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതേ സമയത്ത് ഒരു യുവതലമുറ മയക്കുമരുന്ന് അഡിക്റ്റായാൽ ആ സമൂഹത്തിന്റെ ഭാവി അപകടത്തിലാണ് എന്നുള്ളതിന് വലിയ പരിജ്ഞാനം സാമൂഹ്യ ശാസ്ത്രത്തിൽ വലിയ ബിരുദമൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കുട്ടികളിൽ കുറ്റവാസനയും ആത്മഹത്യാ പ്രവണതയും വർദ്ധിപ്പിക്കുന്നതാണ് വളരെ അപകടകരമായ മറ്റൊരു കാര്യം. അതവരെ പഠനത്തെ തീർച്ചയായും ദോഷകരമായി ബാധിക്കും. അതിനു പുറമെ ഗൃഹാന്തരീക്ഷത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സാമൂഹ്യാന്തരീക്ഷത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. ഇത് ചെറിയ കാര്യമായി നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണുന്നതിന് പകരം ഡ്രഗ് ട്രാഫിക്കേഴ്സിനെയും ഡ്രഗ് കൈകാര്യം ചെയ്യുന്നതിനെയും അതിന്റെ ഉപയോഗക്കാരെയും കർശനമായി നേരിടാനുള്ള നിയമം നിലവിലുള്ളത് അപര്യാപ്തമാണെങ്കിൽ നിയമം പുതുതായി നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. ആഗോളതലത്തിൽ 275 ദശലക്ഷത്തോളം മയക്കുമരുന്ന് ഉപയോക്താക്കളുണ്ടെന്നാണ് കണ്ടെത്തൽ. അതിലെ 25% യുവജനങ്ങളാണ്, 25 വയസ്സിന് താഴെയുള്ളവരാണ് എന്ന് ഒരു പഠനം പറയുന്നു.
ഇത് ലോകതലത്തിൽ തന്നെ ഉത്കണ്ഠാജനകമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന്റെ നമ്മുടെ പടിവാതിൽക്കൽ നമ്മുടെ വീടിനകത്ത് വരെ എത്തിച്ചേർന്നു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇത് ഒരു സാധാരണ സാമൂഹ്യ പ്രശ്നമായി കൈകാര്യം ചെയ്യേണ്ടതല്ല, അത്ര നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമല്ല. ഇത് അതീവ ഗൗരവത്തോടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും സർക്കാരുകളും നിയമജ്ഞന്മാരും വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. പരിഷ്കൃത രാജ്യങ്ങളിൽ പലയിടത്തും മയക്കുമരുന്ന് ലഹരി ഉപയോഗം വ്യാപകമായ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ആ രാജ്യങ്ങളൊക്കെയും ഉൾക്കൊണ്ടാവുന്ന ഭാവി തലമുറയെക്കുറിച്ച് ഓർത്തിട്ട് അവരുടെ പിടിയിൽ ഒതുങ്ങുന്നില്ല. ഡ്രഗിന്റെ ഒരു ദോഷം അതിന്റെ ആരോഗ്യപരമായ വശങ്ങളൊന്ന് തലച്ചോറ് മുതൽ നാഡീവ്യൂഹങ്ങളെയും ഞരമ്പുകളെയും കിഡ്നി ലിവർ എല്ലാം ബാധിക്കുന്നതിന് പുറമെ വീടിനെയും നാടിനെയും ബാധിക്കുന്നു, വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു, ഭാവി ഇല്ലാതെ ഇരുളടഞ്ഞതായി പോകുന്നു. മയക്കുമരുന്നിനുള്ള ഗുണമാണത്. ഇതിനു പുറമെ ഇത് സിന്തറ്റിക് അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ കണ്ടെത്തുമ്പോൾ അതിനുള്ള ഉപയോഗത്തിലുള്ള കാശ് കണ്ടെത്താൻ വ്യാപകമായി കുറ്റവാളികൾ പെരുകുന്നു. അത് വേറെ ഇഷ്യമാണ്. ഇതൊന്നും ചെറിയ സാമൂഹ്യ പ്രശ്നങ്ങളല്ല, വലിയ സീരിയസ് ആയ പ്രശ്നങ്ങളാണ്. ഇത് സർക്കാരുകൾ അതീവ ജാഗ്രതയോടെ പ്രത്യേക പരിഗണന നൽകി തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഓരോ രക്ഷാകർത്താക്കളെയും ഉത്കണ്ഠപ്പെടുത്തേണ്ടതാണ്. ഇതിന്റെ സോഷ്യൽ ഇമ്പാക്റ്റുകൾ, എക്കണോമിക്കൽ, സോഷ്യൽ, ഹെൽത്ത്, ഇതൊക്കെ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണിത്. ഇത് മനസ്സിലാക്കി നമ്മൾ വേണ്ടത്ര ജാഗ്രത പാലിക്കുകയും സത്വര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നമ്മുടെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, സാമൂഹ്യ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.